ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ? അങ്ങനെ പെരുന്നാളായിട്ട് നമ്മളൊരു ഔട്ടിങ്ങിന് പോയ വ്ളോഗാണിത്. അങ്ങനെ വലിയൊരു ട്രിപ്പൊന്നുമല്ല, ഒരു ചെറിയ ട്രിപ്പ്, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു ട്രിപ്പായിരുന്നു. നോർമലി നമ്മൾ ബീച്ചിൽ പോകുന്ന നിൽക്കുമ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ കൊല്ലം ബീച്ചാണ്. അതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബീച്ച്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള കൊച്ചുവേളി ബീച്ചിലാണ് പോയത്. കൊച്ചുവേളി പാർക്കിലും ബീച്ചിലുമായിട്ടാണ് പോയത്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടീസിനൊക്കെ അങ്ങോട്ടൊരു നല്ല രീതിക്കുള്ള ചായവും ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. മുമ്പൊരിക്കൽ വന്നപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പെരുന്നാൾ പ്രമാണിച്ചും പിന്നെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് നമുക്കും കിട്ടി ടിക്കറ്റ്. പാർക്കിൽ കൂടെ ഒരു എൻട്രി ഉണ്ട് ബീച്ചിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോകുന്ന വെച്ചിട്ട് നമ്മൾ ആദ്യം പാർക്കിൽ കയറി. പക്ഷേ വിചാരിച്ചതുപോലെ പാർക്കിൽ വലിയ റൈഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. 1-2 റൈഡുകളൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്തൊക്കെയോ കംപ്ലൈൻറ്റുകളൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. മുമ്പ് നമ്മളൊരിക്കൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം വന്നപ്പോൾ കണ്ട കാഴ്ച അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇനി കയറാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് അതും ഉപേക്ഷിച്ച് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. പാർക്കിൽ നിന്ന് ബീച്ചിലോട്ടൊരു പാലം വെച്ചിട്ട് എൻട്രി ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോയി. പാർക്കിൽ എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു. കാരണം റൈഡുകളൊന്നുമില്ല. പിള്ളേരെയും കൊണ്ട് വന്നിട്ട് റൈഡിലൊന്നും കയറാനൊന്നും പറ്റാത്ത വിഷമമായിരുന്നു അവർക്ക്. അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കുറച്ചുകൊണ്ട് നമ്മൾ പിന്നെ ബീച്ചിൽ പോയി. അവിടെ പിന്നെ കുറേ ആൾക്കാർ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിള്ളേർക്ക് പിന്നെ കുറച്ച് മണ്ണിലെങ്കിലും കളിക്കട്ടെന്ന് വിചാരിച്ച് പാർക്കിലോ പോയിട്ടൊന്നും കണ്ടില്ല. അവിടെ പിന്നെ എടുത്തോണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് പിള്ളേർക്ക് എല്ലാം കുതിര സവാരി നടത്തണമെന്ന് ആഗ്രഹം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കുതിര സവാരിക്ക് പോയി. അപ്പോഴത്തേക്ക് തന്നെ അവർ പാർക്ക് ക്ലോസ് ചെയ്യാറായെന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റീസ് നമ്മളെ ഓട്ടിച്ചു. അങ്ങനെ എൻജോയ്മെൻറ്റ് തീർന്ന സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ഫുഡ് അടി. വിശക്കത്തില്ലേ, സമയത്തിരി ആയി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഴിഞ്ഞത്ത് പോകാൻ തീരുമാനിച്ചു. വിഴിഞ്ഞത്ത് എന്തിനാണ് പോണത്? സീ ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ അൽജിദ എന്ന് പറഞ്ഞിട്ടൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. അവരാണെങ്കിൽ ഒരു ഫ്രീസർ തുറന്ന് കുറേ മസാല പുരട്ടി വെച്ച മീനൊക്കെ ഇങ്ങനെ കാണിച്ച് ഏത് വേണം നമ്മൾ ഗ്രില്ല് ചെയ്ത് തരുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളും ഒരു അത്യാവശ്യം വലിയ സൈസുള്ളൊരു മീൻ സെലക്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ കൊടുത്തു. പിന്നെ അങ്ങോട്ട് നീണ്ട 1 മണിക്കൂർ വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് റെഡിയാവുന്നതിൻ്റെ വെയിറ്റിംഗ് അല്ല, അവിടുത്തെ സീറ്റിങ്ങിനുള്ള വെയിറ്റിംഗ് ആണത്. അങ്ങനെ അവർ നമുക്കൊരു കട്ടൻ ചായയൊക്കെ തന്നു. അപ്പോഴത്തേക്ക് പിള്ളേരും ചേട്ടനും എല്ലാം കൂടെ ലുഡോ കളി തുടങ്ങി. പിള്ളേർക്കെല്ലാം ബോറടിക്കത്തില്ലേ, എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തും. അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം നമുക്കൊരു സീറ്റൊക്കെ കിട്ടി. നമ്മളെല്ലാവരും ഇരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും മുഖത്തെ ഭാവം കണ്ടില്ല. എല്ലാവരുടെയും ക്ഷമ നശിച്ചു. ഫുഡ് വിശന്നിട്ട് വയ്യ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തി. കൊഞ്ച്, കണവ, മീൻമുട്ട, കല്ലുമ്മക്കായ എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട്, അത്ര ആൾക്കാരുണ്ടല്ലോ കഴിക്കാൻ. പിന്നെ വീഡിയോ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ടൊരു അറ്റാക്കായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു. നല്ല റീസണബിൾ റേറ്റും ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തെങ്കിലും നല്ല ഫുഡായതുകൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചവിടെ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ പോയി കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, വഴിയിലൊന്നും വേറൊരൊറ്റ ബേക്കറി പോലും ഇല്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലുലുവിൽ വന്നൊരു കേക്കൊക്കെ മേടിച്ച് നമ്മളവിടെ അടുത്തൊരു പമ്പിൽ വെച്ചിട്ട് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.